തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് RB സനൂപ് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. സനൂപ്, ഇനി വെറും 3 മിനിറ്റ് 57 എന്തായി അവിടുത്തെ ആഘോഷങ്ങൾ? എല്ലാവരും പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് ദിവ്യ. ഞാനിപ്പോൾ നിൽക്കുന്നത് കോവളം ബീച്ചിൽ തന്നെയാണ്. ഇവിടെ നിരവധി പേർ എത്തിയിട്ടുണ്ട്. ഏത് സമയത്തും ആ ആഘോഷ പരിപാടികളിലേക്ക് കടക്കാൻ വേണ്ടി ജനം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കരിമരുന്ന് പ്രയോഗമൊക്കെ തന്നെ ഇവിടെ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോന്നായിട്ട് പൊട്ടുന്നുണ്ട്. എന്തായാലും 2026 പിറക്കുമ്പോഴേക്കും ആഘോഷങ്ങളുടെ വലിയ ഒരു കരഘോഷം തന്നെ നമുക്കിവിടെ കേൾക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ ഈ കാണുന്ന പോലെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് ജനം. ഏത് സമയത്തും ആ പുതുവത്സരം പിറക്കുമ്പോൾ അവർ ഹാപ്പി ന്യൂ ഇയർ പറയാൻ വേണ്ടി കൂട്ടമായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. 2025 ദുഃഖങ്ങളെല്ലാം മറന്നുകൊണ്ട് പുതിയ പ്രതീക്ഷകളുമായിട്ടാണ് 2026 വരവേൽക്കാൻ വേണ്ടി ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഈ തിരുവനന്തപുരം കോവളം ബീച്ചിലേക്ക് എത്തിയിട്ടുള്ളത്. സ്വദേശികളും വിദേശികളും അടക്കമുള്ള എല്ലാവരും ഇവിടെ ഈ ആഘോഷ പരിപാടിയുടെ ഭാഗമാകാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. പോലീസിന്റെ അനൗൺസ്മെന്റ് ഒക്കെ ഒരു ഭാഗത്ത് കേൾക്കുന്നുണ്ട്. പക്ഷേ വരവേൽക്കാൻ വേണ്ടി, അതായത് 2026 എന്ന പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടിയുള്ള വലിയ തയ്യാറെടുപ്പുകൾ ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ കരിമരുന്ന് പ്രയോഗമൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പുതുവത്സരത്തെ വരവേൽക്കാൻ പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ 2025 വിട പറഞ്ഞുകൊണ്ട് 2026 നമ്മൾ കടക്കുകയാണ്. വലിയ പ്രതീക്ഷകൾ, വലിയ സന്തോഷങ്ങളൊക്കെ ഉള്ള ഒരു പുതുവർഷമാവട്ടെ എന്ന് എല്ലാവരും പ്രത്യാശിക്കുന്നു, ആശിക്കുന്നു. അങ്ങനെ ഒരു പുതുവർഷം തന്നെ നമുക്ക് എല്ലാവർക്കും ലഭ്യമാവട്ടെ എന്ന് നമുക്ക് എപ്പോഴും ആശിക്കാം. എന്തായാലും കരിമരുന്ന് പ്രയോഗമൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹാപ്പി ന്യൂ ഇയർ എന്ന ആ ഒരു വിളി ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ വായിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ ശബ്ദം, അത് കേൾക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ കോവളം ബീച്ചിൽ നിൽക്കുന്നത്.